ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വലിയ വിപത്തായി മാറിക്കഴിഞ്ഞു. ഒട്ടനവധി ആൾക്കാരുടെ ജീവിതത്തിൽ അത് ബാധിച്ചിരിക്കുന്നു. എനിക്ക് പറയാനുള്ളത് എന്ന ഈ ഹ്രസ്വചിത്രവും നൽകുന്ന സന്ദേശം അതുതന്നെയാണ്. ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും. നിങ്ങൾ കണ്ടെത്തുന്ന ഉത്തരങ്ങൾ ഒരുപാട് പേരുടെ ജീവിതത്തിന് പുതുപ്രകാശം നൽകും. ആ സുനിലേട്ടാ. എവിടെയാ നിതിൻ? ഓഫീസിലേക്കൊന്നും കാണാനില്ലല്ലോ. സുനിലേട്ടാ പനിയാ, റെസ്റ്റില്ല. ഞാൻ വിളിക്കാം. അന്ന് സുനിലേട്ടൻ പറഞ്ഞത് ഞാൻ കേട്ടിരുന്നെങ്കിൽ. നീ ഇതുവരെയായിട്ടൊന്നും നിർത്തിയില്ലേ? പുറത്തൊക്കെ പോയി പഠിച്ചപ്പോഴേക്കും നീ ശരിയാവുന്ന വിചാരിച്ച. സുനിലേട്ടാ ലൈഫൊക്കെ അല്ലേ, ഇതില്ലാണ്ട് എന്ത് രസം. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു, ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. ഓഫീസിൽ പോകാൻ ടൈമായി, കാണാം. ഓക്കെ ഏട്ടാ. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ദിവസമാണ് ഇന്ന്. ഡോക്ടർ എന്നോട് പറഞ്ഞു, See, Mr. Nitin, you know your situation, right? ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം തനിക്ക് ആകെയുള്ളത് തൻ്റെ അമ്മയാണ്. താൻ ആ വിവരം അമ്മയോട് പറഞ്ഞോളൂ, അതായിരിക്കും നല്ലത്.
ചേട്ടൻ ഫേസ്ബുക്കിൽ എന്തോ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഡാ എനിക്കിടാ ഫുൾ ടൈം കമ്പ്യൂട്ടറിലാണ്. ഫ്രണ്ട്സ്, ഐ ഹാവ് ടു ഷെയർ സംതിങ്. മരണത്തെ പേടിയില്ലെന്ന് ഞാൻ പറയില്ല. മരണത്തെ എനിക്ക് പേടിയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ കാത്തിരിക്കുന്ന മരണത്തെയാണ്. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ശരീരത്തിൽ ആരോ സൂചി കൊണ്ട് കുത്തുന്ന വേദന സഹിക്കാൻ വയ്യ. എത്ര നാളായി ഇങ്ങനെ. +2 പഠിക്കുന്ന സമയത്ത് കൂട്ടുകാർക്കൊപ്പം 2 രൂപയ്ക്കും 3 രൂപയ്ക്കും കിട്ടുന്ന ലഹരി ഉപയോഗിച്ച് തുടങ്ങിയതാ. അത് ചുണ്ടിനടിയിൽ വെച്ച് തുടങ്ങിയപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല അതെന്നെ കീഴ്പ്പെടുത്തുകയായിരുന്നെന്ന്. പിന്നീട് അതിലും വീര്യമേറിയ ലഹരി. അവസാനം അതെനിക്ക് നൽകിയത് ക്യാൻസർ എന്ന ഈ രോഗത്തെ. ഇനി എനിക്ക് ഏറിപ്പോയ 1 മാസം. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ലഹരി ഒരാനന്ദമായിരിക്കും, പക്ഷേ പിന്നീട് അത് ഇരട്ടി വേദന നിങ്ങൾക്ക് തരിക. അപ്പോ എന്താടാ കണ്ടോണ്ടിരിക്കണേ? വലിച്ചിട്ട് വരാം. എന്നെ നീ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് നിന്നോടുള്ള പ്രണയം ഒരു തമാശയായിരുന്നു. സോ ഗുഡ് ബൈ. ഇപ്പോൾ നിങ്ങൾക്ക് ലഹരി ഒരാനന്ദമായിരിക്കും, പക്ഷേ പിന്നീട് അത് ഇരട്ടി വേദന നിങ്ങൾക്ക് തരിക. വേണം വേണ്ട കോപ്പ്. വിരലും നനക്കുവാൻ പോലും ഊർജമില്ലാതെ വരണം മരിക്കണമെങ്കിലെന്നതേ ക്രൂരം. ചരിക്കാനെനിക്കിന്നുമുണ്ടു ദൂരമെത്രയോ, ഞെരിക്കുന്നിതെന്നെയാ ചിന്തകളഹോരാത്രം. മരിക്കാനൊരുക്കം ഞാനെപ്പോഴേ, എന്നാൽ അതു ചിരിച്ചുകൊണ്ടാകണമെന്നൊരു ചെറുമോഹം. എല്ലിലൂടരിച്ചരിച്ചെത്തുന്നു ഹിമം. പിന്നെ എങ്ങനെ സൗഹാർദ്ദത്തിൻ ചൂട് ഞാൻ പകരേണ്ടു? ഞണ്ടുകാലിറുക്കുമ്പോൾ അട്ടഹാസമായി അത് തൊണ്ടയിൽ അലക്കയാണെന്തു ഞാൻ ചെയ്യൂ സഖി? എന്നെ വിട്ടുപോയി ഗന്ധരസങ്ങൾ, ശബ്ദസ്പർശം എന്നെ കൈവിടും. ഇന്നോ നാളെയോ മറ്റന്നാളോ പിന്നെ ഞാൻ നിശ്ചേഷ്ടനായി കിടക്കും. വികാരങ്ങളൊന്നുമേ കലർത്തുവാനാവാതെ മുഖതാവിൽ. അന്നു നീ മുഖംമൂടി അണിഞ്ഞു വരുന്നവരെ ഒന്നുമേ ഭാവിക്കാതെ സ്വീകരിച്ചിരുത്തില്ലേ?